പാലക്കാട് റെയിൽവേ വിഭജന നടപടിയിൽ പ്രതിഷേധം ശക്തമാക്കാനൊരുങ്ങി UDF എംപിമാർ. തിരുവോണ ദിനത്തിൽ പാലക്കാട് DRM ഓഫീസിന് മുന്നിൽ രാവിലെ മുതൽ വൈകിട്ട് വരെ എംപിമാർ ഉപവാസ സമരം നടത്തും. വിഷയത്തിൽ കേരളത്തിലെ BJP നിലപാട് വ്യക്തമാക്കണമെന്ന് എംപിമാരായ ET മുഹമ്മദ് ബഷീറും MK രാഘവനും ആവശ്യപ്പെട്ടു. ഒക്ടോബർ 1 മുതലാണ് മംഗളൂരു പ്രദേശം ദക്ഷിണ പശ്ചിമ റെയിൽവേയുടെ മൈസൂരു ഡിവിഷനിലേക്ക് മാറ്റാൻ തീരുമാനിച്ചത്. സദേൺ റെയിൽവേക്ക് കീഴിൽ നിലവിലുള്ള ആകെ 6 ഡിവിഷനുകളിൽ ഏറ്റവും ചെറിയ ഡിവിഷനായ പാലക്കാടിനെയാണ് റെയിൽവേ വിഭജിച്ചിരിക്കുന്നത്. ഇതിനു പിന്നിൽ കേന്ദ്ര സഹമന്ത്രി സോമണ്ണ എന്ന ആരോപണമാണ് എംപിമാരായ MK രാഘവനും ET മുഹമ്മദ് ബഷീറും ഉന്നയിച്ചത്. കേന്ദ്ര റെയിൽവേ സഹമന്ത്രി സോമണ്ണയാണ് ഇതിന്റെ പുറകിൽ പ്രവർത്തിച്ചത് കാര്യം ഒരു തർക്കം വേണ്ട. അതിൻ്റെ ഒരു രാഷ്ട്രീയ താല്പര്യമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ വിഷയത്തിൽ കേരളത്തിലെ BJP എന്തു പറയുന്നു? കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എന്തു പറയുന്നു? വിഭജന നടപടി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് തിരുവോണ ദിനത്തിൽ പാലക്കാട് DRM ഓഫീസിന് മുന്നിലെ എംപിമാരുടെ ഉപവാസ സമരത്തിന് പിന്നാലെ തുടർ സമരങ്ങളും ഉണ്ടാകും. കേരളത്തോടുള്ള ഈ അവഗണനയ്ക്കെതിരെയുള്ള പ്രക്ഷോഭത്തിൽ BJP CPM എംപിമാരുടെ സഹകരണം തേടുമെന്നും MK രാഘവൻ വ്യക്തമാക്കി. ഞങ്ങളുടെ ഈ വിഷയത്തിൽ ഞങ്ങൾക്ക് രാഷ്ട്രീയമില്ല, മറ്റൊന്നുമില്ല. ആരുമായി ഞാൻ പറഞ്ഞില്ലേ, BJP പോലും വന്നാൽ ഞാൻ സഹകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. നാടിന്റെ പൊതുവായ വിഷയമാണ്. വിഷയത്തിൽ നിഗൂഢതയുണ്ടെന്ന് രാജ്മോഹൻ ഉണ്ണിത്താനും പ്രതികരിച്ചിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെന്റ് എടുത്ത തീരുമാനം ദുരുപദേഷ്ടമാണ്, മാത്രമല്ല നിഗൂഢാത്മകമാണ്. ആ തീരുമാനം ഒരിക്കലും കേരളത്തിന് അംഗീകരിക്കാനാവില്ല. 1956 പാർലമെന്റിൽ നൽകിയ ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിനായി രൂപീകരിച്ച പാലക്കാട് ഡിവിഷൻ 2007 കോയമ്പത്തൂർ പ്രദേശം നഷ്ടപ്പെട്ടതിന് ശേഷം നേരിടുന്ന രണ്ടാമത്തെ വലിയ വെട്ടിമുറിക്കലാണിത്. അമൃത ന്യൂസ്, കോഴിക്കോട്.